SFIയുടെ കേരള സംസ്ഥാന ഘടകം ഡേയ്സ് ഓഫ് സർവൈവൽ എന്ന ഒരു ഫേസ്ബുക്ക് ലൈവ് സംഘടിപ്പിക്കുകയാണ്. എല്ലാ ദിവസവും നടത്തുന്ന ഈ ഫേസ്ബുക്ക് ലൈവ് പരിപാടിയിൽ നിരവധി പേർ ചോദ്യങ്ങളുമായി പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു സാമൂഹിക പാഠം എന്ന രീതിയിൽ ഈ ഫേസ്ബുക്ക് ലൈവ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. SFI സംസ്ഥാന ഘടകത്തിന് ആദ്യമായി അഭിനന്ദനങ്ങൾ. ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹിക പാഠം സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യം ആണ് SFIക്കുള്ളത്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഈ ആധുനിക സാമൂഹിക പാഠ്യപദ്ധതി SFI നടപ്പിലാക്കുന്നത്. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഈ ഫേസ്ബുക്ക് ലൈവ് സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മളെല്ലാം COVID-19 പ്രതിരോധ പരിപാടികളിൽ ആണ്. അതിൽ നമ്മളെല്ലാം മുഴുകിയിരിക്കുകയാണ്. അതും ഒരു പ്രത്യേകതയാണ്. ഈ പ്രതിരോധത്തിലുള്ള ഇടപെടൽ പോലും കുട്ടികൾക്കൊരു സാമൂഹിക പാഠമാണ്. അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതും ഒരു പാഠപുസ്തകമാക്കി മാറ്റണം എന്നാണ് SFIയുടെയും അതുപോലെ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ജീവിതത്തിൽ A+ നേടുക എന്നുള്ളതും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പഠിക്കുക എന്നുള്ളതും ആണ്. സാമ്പ്രദായികമായ പഠന രീതി എന്നത് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതായിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 4 വർഷങ്ങളായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കുമ്പോൾ ഈ ലക്ഷ്യം അല്പമായി മാറുകയാണ്. പഠിക്കുന്നത് കേവലം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ജീവിതത്തിനും സമൂഹത്തിനും കൂടി വേണ്ടിയാണ് എന്ന ഒരു തലം വിദ്യാഭ്യാസത്തിൽ കൈവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്കുള്ള പഠനത്തിനപ്പുറമുള്ള പലതരത്തിലുള്ള പഠനങ്ങളും ആവശ്യമായി വരും. അതിനെയാണ് നമ്മൾ ആധുനിക പഠനം എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ICT പഠന രീതി എന്ന് പറയുന്നത് അതാണ്. ഹൈടെക് ക്ലാസ് പഠന രീതി എന്ന് പറയുന്നത് അതാണ്. ജീവിതത്തിന് വേണ്ടിയുള്ള പഠനം, സമൂഹത്തിന് വേണ്ടിയുള്ള പഠനം. അതുകൊണ്ടുള്ള വ്യത്യാസം ഈ പ്രതിരോധ പ്രക്രിയയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ പ്രതിരോധത്തെക്കുറിച്ച് നിരവധി പറയുന്നുണ്ട്. നിരവധി പാഠങ്ങളുണ്ട്. നിരവധി ക്ലാസ്സുകളിൽ പാഠങ്ങളുണ്ട്. വൈറസുകളെക്കുറിച്ച്, ബാക്ടീരിയയെക്കുറിച്ച്, ഫംഗസിനെക്കുറിച്ച്, രോഗപ്രതിരോധത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, ചികിത്സയെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ച്, ശുചിത്വത്തെക്കുറിച്ച്, പരിസര മലിനീകരണത്തെക്കുറിച്ച് ഒക്കെ പാഠങ്ങളുണ്ട്. അതെല്ലാം പണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികൾ പഠിക്കുമായിരുന്നു, മാർക്കും ലഭിക്കുമായിരുന്നു. അവിടെ അത് അവസാനിക്കുകയാണ് പതിവ്. പക്ഷെ കേരളത്തിൽ ഇന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പഠന ലക്ഷ്യം മാറുക. ജീവിതത്തിന് വേണ്ടിയാണ് ഈ പഠനം. അങ്ങനെ വരുമ്പോൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് സമൂഹത്തിൽ അനുഭവമായി ചേർത്ത് വെക്കേണ്ടി വരും. ഇവിടെ അതിനൊരവസരം കൈവന്നിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക്. രോഗപ്രതിരോധം എന്താണ് എന്ന പാഠപുസ്തകങ്ങളിൽ പഠിച്ചത് ഇപ്പോൾ അനുഭവമായിട്ട് വന്നിരിക്കുകയാണ്. വീട്ടിലിരുന്ന് അവർ പല മേഖലകളിലൂടെയും അത് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ പഠിച്ചത്, പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചത്
ജീവിതാനുഭവമായി ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിനു വേണ്ടിയുള്ള പഠനമായിട്ടത് മാറ്റുവാനുള്ളൊരവസരം കൂടിയാണ്. ആ രീതിയിലാണ് കുട്ടികളെ ഈ മേഖലയിൽ നാം കാണേണ്ടത്. ഓരോ ദിവസവും ഉണ്ടാകുന്ന, ഓരോ വീട്ടിലും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവരുടെ പാഠങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് അറിവാക്കി മാറ്റം. അതാണ് യഥാർത്ഥത്തിൽ ആധുനിക വിദ്യാഭ്യാസം. അപ്പോൾ ഉണ്ടാകുന്നത് കേവലമായ പ്രതിരോധ പ്രക്രിയ, ഒരു പ്രായോഗിക പരിപാടി എന്നതിനപ്പുറം ജീവിതത്തിൻ്റെ സംസ്കാരമായിട്ട് മാറുക. ഇതാണ് യഥാർത്ഥത്തിൽ പഠനം. പഠിച്ച വിഷയവും അനുഭവവും ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിൽ പലതും മനനം ചെയ്ത് മനസ്സിൻ്റെ സംസ്കാരമാക്കി മാറ്റുമ്പോൾ രോഗപ്രതിരോധം എന്നത് ഒരു പരിപാടിയല്ല, ഒരു സംസ്കാരമാണ് എന്ന് വരും. ഈ മാറ്റമാണ് നാളത്തെ തലമുറ ആഗ്രഹിക്കുന്നത്. ഈ മാറ്റമാണ് നാളത്തെ തലമുറയ്ക്ക് വേണ്ടത്. പ്രതിരോധം ഒരു സംസ്കാരമാകണം. അങ്ങനെ മാത്രമേ കോവിഡ്-19നെയും അതുപോലെ മറ്റ് വൈറസുകളെയും ബാക്ടീരിയകളെയും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. ജീവിതം ആ തരത്തിൽ നമുക്ക് മാറ്റണം. ഭക്ഷണ രീതി ആ തരത്തിൽ നമുക്ക് മാറ്റണം. പലതും നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. പരിസ്ഥിതിയോടുള്ള സമീപനം മാറ്റിയെടുക്കണം. ശുചിത്വത്തോടുള്ള സമീപനം നമുക്ക് മാറ്റിയെടുക്കണം. നാം ഇതിൽ നിന്നും തിരിച്ചറിയുന്നു, ശുചിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുചിത്വമാണ്. ഇത് ഒരു തിരിച്ചറിവാണ്. ക്ലാസ്സിൽ പഠിച്ചതും അനുഭവവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള തിരിച്ചറിവ്. ഈ അറിവ് നാളെ ഒരു സംസ്കാരമായി മാറുമ്പോൾ നാളത്തെ തലമുറ ഈ പ്രതിരോധ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാകും. അന്ന് സാമൂഹിക ആരോഗ്യം കൂടുതലുണ്ടാകും. അപ്പോൾ നാളത്തെ സാമൂഹിക ആരോഗ്യത്തിൻ്റെ ഭൂമിക കൂടിയാണ് പ്രതിരോധ സംസ്കാരം എന്ന്. അതുകൊണ്ട് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൽ നിന്നും നമ്മളിപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുമ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിൽ ഈ സങ്കേതം കൃത്യമായി പ്രയോഗിക്കാൻ പറ്റുന്നൊരവസരമാണ് ഈ പ്രതിരോധ കാലഘട്ടത്തിലുള്ളത് എന്ന് അധ്യാപകരും മാതാപിതാക്കളും തിരിച്ചറിയണം. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളും ഉണർന്നു വരുന്നത്. അതിനുവേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിരവധി പുതിയ പരിപാടികൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അക്ഷരവൃക്ഷം എന്ന ഒരു പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്ത് SCRTയും കൈറ്റും SSKയും ചേർന്ന് നടത്തുകയാണ്. അത് ലക്ഷ്യമിടുന്നത് ഈ ഒരു കാര്യമാണ്. അവർക്ക് ഈ വീട്ടിലിരുന്നുള്ള പ്രതിരോധ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന ചില ആശയങ്ങൾ കവിതകളാക്കി എഴുതാം, കഥയാക്കാം, ലേഖനമാക്കാം. അങ്ങനെ ലേഖനമാക്കുമ്പോൾ, കഥയാക്കുമ്പോൾ, കവിതയാക്കുമ്പോൾ അനുഭവങ്ങൾ അവരുടെ മനസ്സിൽ മനനം ചെയ്യപ്പെടുകയും അതിന് പുതിയ തലം കണ്ടെത്താൻ പറ്റുകയും ആ തലം മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുവാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ സ്വയം സംസ്കാരം വളർത്തുക എന്ന് മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് സംസ്കാരം പകർത്താൻ കൂടി കുട്ടികൾക്ക് പറ്റും. മറ്റൊരർത്ഥത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ അധ്യാപകരും കൂടിയായിട്ട് മാറുകയാണ്. ഈ അനുഭവം കഥയാക്കി മാറ്റുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഈ സംസ്കാരം പകരാൻ ശ്രമിക്കുന്ന ഒരു അധ്യാപകനായ കുട്ടി മാറുകയാണ്. സമൂഹത്തിൻ്റെ അധ്യാപകനായിട്ട് മാറുകയാണ്. നാളെയുടെ അധ്യാപകനായിട്ട് മാറുകയാണ്. അനന്തമായ സാധ്യത അങ്ങനെ ഈ ഉണർന്നു വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ അത്തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇതിനിടയിൽ 50,000-ഓളം കുട്ടികൾ അവരുടെ സർഗസൃഷ്ടികൾ സ്റ്റുഡൻറ് വിക്കിയിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് 2 വോള്യങ്ങളായി 100 കണക്കിന് ഇത്തരത്തിലുള്ള കവിതകളും കഥകളും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതെല്ലാം ഈ സമൂഹത്തിന് ലഭ്യമാണ്. ഇത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ പാഠ്യ പദ്ധതിയാണ്. സമൂഹത്തിൽ എന്തവസരം വന്നാലും അതിനെ ജീവിതത്തിൻ്റെ സംസ്കാരമാക്കി മാറ്റുക. പ്രളയ കാലഘട്ടത്തിൽ മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടതാണ്.
പ്രകൃതി നമ്മളെ വേറൊരു സംസ്കാരം പഠിപ്പിച്ചു. ആ സംസ്കാരത്തെ ആസ്പദമാക്കിയും കുട്ടികൾക്ക് സർഗസൃഷ്ടി നടത്തുവാനുള്ള അവസരം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി. അതും വേറൊരു രീതിയിലുള്ള പഠനമാണ്. അതുകൊണ്ട് പഠനം എന്നത് ക്ലാസ്സിൽ നടക്കുന്ന മാത്രമല്ല, ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നടക്കുന്നതാണ് എന്ന ആധുനിക ആശയം എല്ലാവരും ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഇന്ന് വീട്ടിലിരുന്നിട്ടുള്ള പ്രതിരോധം വാസ്തവത്തിൽ വലിയൊരു പാഠശാലയാണ്. ഇന്ന് ഓരോ കുടുംബവും ഒരു പാഠശാല കൂടിയാണ്. നാളത്തെ തലമുറയ്ക്ക് ആശയം ഉൽപ്പാദിപ്പിക്കുന്ന പാഠശാലകളാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ. വെറുതെ ഇരിക്കുകയല്ല കുട്ടികൾ, വെറുതെ ഇരിക്കുകയല്ല അച്ഛനമ്മമാർ. അവരെ അധ്യാപകർ നയിക്കണം. ഓരോ കുടുംബത്തെയും പാഠശാലകളാക്കണം. ഭക്ഷണം എങ്ങനെയാണ് ഭക്ഷണം, എന്തെല്ലാമാണ് ഭക്ഷണം, ഏത് രീതിയിലാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, അതെല്ലാം ഈ ഒത്തിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പരസ്പരം പങ്കുവെക്കാനുള്ള ആശയങ്ങളാണ്. ആരോഗ്യശീലങ്ങൾ ഏറ്റവും വലിയ സംസ്കാരമാണ്. നമ്മുടെ ആധുനിക രീതിയിലുള്ള ഭക്ഷണം പലപ്പോഴും നമ്മുടെ ശരീരത്തെ ദുർബലമാക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ചർച്ച ചെയ്യാനുള്ള നല്ലൊരവസരമാണ്. ആധുനിക വിദ്യാഭ്യാസത്തിന് മറ്റൊരു തലമാണ്. അതിനുവേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു പുതിയ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. SCERTയും കൈറ്റും ചേർന്ന് സന്തോഷം, അവധിക്കാല സന്തോഷങ്ങൾ എന്ന ഒരു പദ്ധതി. അതിലൂടെയും കുട്ടികൾക്ക് അവരുടെ ഈ സർഗപ്രക്രിയയിലും അതുപോലെ തന്നെ പഠനത്തിലും ഏർപ്പെടാം. ഓരോ പാഠത്തിലും അവർ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചതിനപ്പുറത്തേക്ക് അവരുടെ ചിന്തകൾ പോകാൻ ഈ അവധിക്കാല സന്തോഷങ്ങൾക്ക് കഴിയും. അത് വീട്ടിലുപയോഗിക്കൂ, നിങ്ങളുടെ മക്കളെ അത്തരത്തിൽ പഠിപ്പിക്കൂ. ഓരോ ജീവിതാനുഭവവും കൂടുതൽ കൂടുതൽ അവരുടെ അറിവുകളാക്കി മാറ്റൂ. ഇത് ആധുനിക വിദ്യാഭ്യാസത്തിന് മറ്റൊരു തലമാണ്. സാമ്പ്രദായികമായ വിദ്യാഭ്യാസത്തിൽ വിവരശേഖരണമാണ് വിദ്യാഭ്യാസം. പരീക്ഷയോ വിവരങ്ങൾ ശേഖരിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒന്നും. ഇത് മാറുകയാണ്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞ പരിപാടിയിൽ പുതിയ പുതിയ തലങ്ങൾ തുറന്നു വരികയാണ്. അവിടെ വിവരങ്ങൾ അറിവുകളായിട്ട് മാറുക. വിവരങ്ങൾ അറിവുകളായിട്ട് മാറുന്നതാണ് യഥാർത്ഥ ആധുനിക വിദ്യാഭ്യാസം. എങ്ങനെ വിവരം അറിവാകും? ജീവിതാനുഭവങ്ങളും ലഭിച്ച വിവരവും തമ്മിൽ ബന്ധിപ്പിച്ച് അച്ഛനും അമ്മയും കൂട്ടുകാരും അതുപോലെ തന്നെ ചേച്ചിയും അനിയനും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് അധ്യാപകരുമായി ചോദിച്ച് പല വിവരങ്ങളെയും അറിവുകളാക്കി മാറ്റുക. ആ അറിവുകളാണ് നാളത്തെ നമ്മുടെ സമ്പത്ത്, സമൂഹത്തിൻ്റെ സമ്പത്ത്. ചുരുക്കത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിൽ വിവരശേഖരണമല്ല, അതിനെ അറിവാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അത് ഇവിടെ സാധ്യമാണ്. ചെറിയൊരു ഉദാഹരണം പറയും. പാഠപുസ്തകങ്ങളിൽ അവർ പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ അറിവായിട്ട് മാറിയിട്ടില്ല എങ്കിൽ ഈ സന്ദർഭം അതിനുപയോഗിക്കാം. എങ്ങനെ? പരിസ്ഥിതി സന്തുലനമാണ് പ്രകൃതിയുടെ നിലനിൽപ്പിന് ആധാരം എന്ന അറിവ് കുട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. ആ സന്തുലനം മാറുന്ന ഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനം പോലെ പലതും സംഭവിക്കുമ്പോൾ, ചൂടിന് മാറ്റം വരുമ്പോൾ, മലിനീകരണത്തിൻ്റെ സാന്ദ്രതയിൽ മാറ്റം വരുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളും വരുന്നു, പല ജീവികൾക്കും മ്യൂട്ടേഷനുകൾ സംഭവിക്കുന്നു, പലതരത്തിലുള്ള മാറ്റങ്ങളും വരുന്നു. ഇത് ഇത്രയും നന്നായി ജനങ്ങളുടെ മനസ്സിലേക്ക്, കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കുവാൻ പറ്റിയ നിമിഷങ്ങളില്ല. എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു? നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു, പ്രകൃതി വല്ലാതെ വേദനിച്ചു, പരിസ്ഥിതി സന്തുലനം തെറ്റുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പല പല മാറ്റങ്ങളും ഉണ്ടാകും. ആ മാറ്റങ്ങളിൽ നിലനിൽക്കാൻ പറ്റാത്ത പലതും നിലനിൽക്കുന്നതിന് വേണ്ടി മാറാൻ ശ്രമിക്കും. ആ മാറ്റം ഒരുപക്ഷെ മനുഷ്യന് അപകടമാകാം. ഇതൊരറിവാണ്. ആ അറിവിനെ നാം ഉപയോഗിച്ചാൽ നാളെ പരിസ്ഥിതി സന്തുലനം നിലനിർത്തുക എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന ധാരണയുണ്ടാകും. അത് ഈ പറഞ്ഞ ഇപ്പോഴത്തെ കോവിഡ് പ്രതിരോധ ഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആശയോൽപാദനമാകും. പ്രകൃതി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം
പരിസ്ഥിതി സന്തുലനം നിലനിർത്തുക, അതുവഴി പലതരത്തിലുള്ള വ്യതിയാനങ്ങളെയും തിരിച്ചു കൊണ്ടുവരിക, അങ്ങനെ ഇത്തരത്തിലുള്ള മ്യൂട്ടേഷനുകൾക്ക് അവസരം കൊടുക്കാതെ നാളത്തെ തലമുറ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുക. ഈ ആശയോൽപാദനത്തിലുള്ള കനകാവസരമാണ് ഇത്. ഇതൊന്നും പാഠത്തിലെ വരികളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ അത് പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. വൈറസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഭക്ഷണത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏത് തരം ഭക്ഷണം കഴിക്കണം എന്നത് ജീവിതാനുഭവവുമായിട്ട് ബന്ധിപ്പിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാകും. ജീവിതശൈലീ രോഗങ്ങൾ, അങ്ങനെ വാക്ക് തന്നെ വന്നത് ഭക്ഷണത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ്. അതെന്തൊക്കെയാണ്, എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ പറ്റും? നല്ല അവസരമാണ്. അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഈ സങ്കേതങ്ങൾ ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ അവസരമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും കുട്ടികൾക്കും അധ്യാപകർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലിപ്പോൾ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സങ്കേതങ്ങളില്ലാത്തൊരു സ്കൂളുമില്ല. 1 മുതൽ 12 വരെയുള്ള മുഴുവൻ സ്കൂളുകളും ഹൈടെക്കായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല, വേണ്ട. വീട്ടിലിരുന്ന് തന്നെ അവർക്ക് ഈ സങ്കേതങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ആ സൗകര്യവും ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈറ്റിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും സന്ദേശങ്ങൾ എത്തത്തക്ക രീതിയിൽ ആധുനിക വിദ്യാഭ്യാസത്തെ മാറ്റിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസം എന്ന സങ്കല്പം യാഥാർത്ഥ്യമായ ഈ സമയത്ത് ആ സങ്കേതം കൂടി ഉപയോഗിച്ച് ഈ പ്രതിരോധ പ്രക്രിയ കൂടുതൽ ശക്തമാക്കുക പോരാ, നാളെ ഇത്തരം ഒരവസരം ഇല്ലാതിരിക്കാൻ വേണ്ടി സമൂഹത്തെ ഒരുക്കുക. വലിയൊരു കടമയാണ് നമ്മളിൽ ഇപ്പോൾ ഉള്ളത്. ആ കടമ നിറവേറ്റാനാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്, അധ്യാപകർ മുന്നോട്ട് വരേണ്ടത്. പരീക്ഷകളെക്കുറിച്ച് പലർക്കും സംശയങ്ങളൊക്കെ ഉണ്ട്. ആ ബാക്കിയുള്ള പരീക്ഷകൾ നടത്തുമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഏത് ദിവസം എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. 10ാം ക്ലാസ്സിലെ, +1-ലെ, +2-ലെ ഇനി നടക്കാനുള്ള പരീക്ഷകൾ നടത്തും. അത് എന്ന ഡേറ്റ് മാത്രം പ്രഖ്യാപിച്ചിട്ടില്ല. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മറ്റ് ലോക്ക്ഡൗൺ നിയമങ്ങൾക്കുള്ളിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പരീക്ഷ നടത്താൻ പറ്റുന്ന ഒരവസരം നമ്മൾ കാത്തിരിക്കുന്നു. സമീപത്ത് തന്നെ അത് കിട്ടുമെന്ന് കരുതുന്നു. ഉടൻ ആ പരീക്ഷകൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പുതിയ അക്കാദമിക് വർഷം ആരംഭിക്കും. 4 വർഷത്തെ അക്കാദമിക് അനുഭവത്തിലൂടെ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ അക്കാദമിക് വർഷം, ഒരു സുവർണ അക്കാദമിക് വർഷം ഉണ്ടാകും എന്നാണ്. ആ അക്കാദമിക് വർഷത്തിൻ്റെ നമ്മുടെ പ്രതീക്ഷകൾ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളല്ല, അക്കാഡമിക് ദിനങ്ങളല്ല. നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നഷ്ടപ്പെടുന്നു എന്നും പറയാൻ കഴിയില്ല, കുട്ടികളുടെ കളിയിൽ രീതിയിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നല്ലാതെ നമ്മുടെ യഥാർത്ഥത്തിൽ ഹോളിഡേയ്സ് തന്നെയാണ്. ഇപ്പോഴും ഏപ്രിൽ മെയ് മാസങ്ങൾ അവധി ദിനങ്ങൾ തന്നെയാണ്. ആ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 1 മുതലാണ് അക്കാദമിക് വർഷം ആരംഭിക്കുന്നത്. നമുക്ക് പ്രളയകാലത്ത് നഷ്ടപ്പെട്ടതുപോലെ അക്കാദമിക് ദിനങ്ങൾ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന അക്കാദമിക് ദിനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സുവർണ അക്കാദമിക് വർഷമാക്കി തന്നെ കേരളത്തിൻ്റെ വരുന്ന അക്കാദമിക് വർഷത്തെ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കഴിഞ്ഞു. പാഠപുസ്തകങ്ങളെല്ലാം റെഡിയായി എത്തിക്കുവാൻ തയ്യാറായി. നമ്മുടെ കഴിഞ്ഞ 2-3 വർഷത്തെ അനുഭവത്തിലൂടെ മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ കിട്ടേണ്ടതാണ്. പക്ഷേ പൊതുഗതാഗതത്തിലുള്ള പ്രശ്നം വന്നപ്പോൾ അത് എത്തിക്കാൻ സാധിക്കാതെ വന്നു. പക്ഷേ ജില്ലാ ഹബ്ബുകളിൽ അത് തയ്യാറാണ്. പൊതുഗതാഗതം സ്ഥാപിക്കുന്നതോടെ, ഗതാഗത സാധ്യതകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ അത് കുട്ടികളിലെത്തും. അങ്ങനെ എത്തുന്നതിന് മുമ്പ് അവർക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് 1 മുതൽ 12 വരെയുള്ള മുഴുവൻ പാഠപുസ്തകങ്ങളും ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും അത് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ തന്നെ ലഭ്യമാണ് എന്നർത്ഥം. ഇനി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഈ പാഠപുസ്തകങ്ങൾ അവരുടെ കയ്യിൽ യഥാർത്ഥ പാഠപുസ്തകങ്ങൾ എത്തുകയും ചെയ്യും.
അപ്പോൾ 2 തരത്തിൽ അവർക്ക് പാഠപുസ്തകം ലഭ്യമാകുകയാണ്. പല അധ്യാപകരും പല സ്കൂളുകളിലും ഓൺലൈനിലൂടെ കുട്ടികളെ പലതരത്തിലും പരിശീലിപ്പിക്കുന്നുണ്ട്. പാഠവിഷയങ്ങൾ മാത്രമല്ല, അവരുടെ പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, വരകളെ പ്രോത്സാഹിപ്പിക്കുന്നു. SSKയുടെ നേതൃത്വത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഈ പരത്തരത്തിലുള്ള ചിത്രരചന പ്രോത്സാഹനം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ സ്കൂളിലുമുള്ള അധ്യാപകർ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട്, മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ കുട്ടികളെ ഇന്നത്തെ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിരോധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ വീട്ടിലിരുന്ന് പലപ്പോഴും മനസ്സിന് എന്തെങ്കിലും തെറ്റായ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ, പഠിക്കുന്നതിനെക്കുറിച്ചോ മറ്റെന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ അതൊക്കെ അകറ്റിക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പഠനാന്തരീക്ഷത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ അധ്യാപകർ പലതരത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്കൂളിൻ്റെയും പരിപാടി ഞാൻ കണ്ടു. അവർക്കെല്ലാം ഞാൻ ആശംസകൾ അയച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ്. അവരുടെ തൊട്ടടുത്തുള്ള അവരുടെ ആവാസ വ്യവസ്ഥയിലുള്ള കുട്ടികളെ പലതരത്തിലും അവർക്ക് ബന്ധപ്പെടാം. അങ്ങനെ ബന്ധപ്പെട്ട് അവരുടെ സർഗസാധ്യതകളും പഠന സാധ്യതകളും വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊന്നും പഴയ നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെയും പഠന രീതിയിലൂടെയും പറ്റുമായിരുന്നില്ല. അതാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത. അതുമാത്രമല്ല, ഇന്ന് COVID-19 പ്രതിരോധം അത് ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ എങ്ങനെയാണ് ഈ പ്രതിരോധത്തിൽ ഏർപ്പെടുന്നത് എന്ന ചിത്രം കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, അധ്യാപകർക്ക് കുറേ കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതിനിടയിലൂടെ അധ്യാപകർക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പഠിപ്പിക്കാം, കുട്ടികളെ അച്ഛനും അമ്മയ്ക്കും പഠിപ്പിക്കാം. അത് കേരളം കോവിഡ് പ്രതിരോധത്തിൽ ലോകത്തിന് മാതൃകയാകുന്നു എന്ന കാര്യമാണ്. ഇതൊരു വിവരം കൊടുക്കുക എന്നതല്ല, അതൊരറിവാക്കി മാറ്റണം. എങ്ങനെ? ചില കണക്കുകളിലൂടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നു, ചില പത്രവാർത്തകളിലൂടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നു കേരളം ലോകത്തിന് മാതൃകയാണ് എന്ന്. പക്ഷെ എങ്ങനെ എന്ന് ചിലപ്പോൾ ബോധ്യപ്പെട്ടു എന്ന് വരില്ല. ഇവിടെയാണ് വിവരം അറിവാക്കി മാറ്റണം എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് കേരളം അങ്ങനെ മാതൃകയാകുന്നത്? കേരളത്തിൽ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുള്ളത് കൊണ്ടാണ്. സർക്കാർ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഇടപെടുന്നത് കൊണ്ടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദിനംപ്രതിയുള്ള ജനങ്ങളോടുള്ള സംസാരം, ഇതെല്ലാം ഈ സമൂഹത്തിലെ എല്ലാവരും ഈ പ്രതിരോധ പ്രക്രിയയിൽ ഒരുപോലെ ഇടപെടണമെന്ന സന്ദേശം നൽകുകയാണ്. എല്ലാവരും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരും പ്രതിരോധത്തിൽ മാറി നിൽക്കുകയല്ല. ഇതാണ് ജനകീയാരോഗ്യം എന്ന് പറയുന്നത്. ഇൻഷുറൻസും ആശുപത്രികളും എന്ന ആ ചികിത്സാ സംവിധാനത്തിനപ്പുറം ജനങ്ങളാണ് ആരോഗ്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത്, ജനങ്ങളാണ് ആരോഗ്യ നിയന്ത്രണത്തിലും പ്രതിരോധത്തിലും പങ്കെടുക്കുന്നത് എന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ വ്യാപകമായി കേരളത്തിൻ്റെ ജനകീയാരോഗ്യ സംവിധാനങ്ങൾ നിൽക്കുകയാണ്. ഓരോ ഗ്രാമത്തിലും ഓരോ വീട്ടിലും ആരോഗ്യ പ്രവർത്തകരെത്തുന്ന വ്യാപകമായ ജനകീയാരോഗ്യം കേരളത്തിൽ നടക്കുകയാണ്. ഇത് മറ്റ് പല ദിക്കിലും ഇല്ല, മറ്റു രാജ്യങ്ങളിലും ഇല്ല. അവിടെയാണ് സർക്കാർ ഇടപെട്ടുകൊണ്ടുള്ള ജനകീയ പ്രക്രിയകളിലൂടെയാണ് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുക എന്ന ഒരു തിരിച്ചറിവുണ്ടാവുക. അപ്പോൾ ഒരു ഡേറ്റ നമുക്ക് കിട്ടുന്നു. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ മരിക്കാതെ രക്ഷപ്പെടുന്നത് കേരളത്തിലാണ്. അതൊരു ഡേറ്റയാണ്, അതൊരു വിവരമാണ്. ഇത് അറിവായി മാറണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്തുകൊണ്ട്, അവിടെയാണ് ജനകീയാരോഗ്യത്തിൻ്റെ പ്രത്യേകത വരുന്നത്. അതുകൊണ്ട് ജനകീയാരോഗ്യം എന്ന വ്യാപകമായ ജനകീയ ശൃംഖലയാണ് നമ്മളെ രക്ഷിച്ചു നിർത്തുന്നത്. ആർദ്രം പരിപാടി പോലെ മഹത്തായ പരിപാടി കേരളത്തിൻ്റെ ജനകീയ മേഖല വികസിപ്പിച്ചിരിക്കുന്നു, ആരോഗ്യരംഗത്തെ പുഷ്കലമാക്കിയിരിക്കുന്നു. ഇതറിവാണ്. ഈ അറിവ് ലഭിക്കുന്തോറും ഈ അറിവ് കൂടുതൽ കൂടുതൽ വികസിപ്പിക്കുവാൻ ശ്രമിക്കണം. അതാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു സങ്കേതം. അതെന്താ? കുട്ടിക്ക് വിവരം അറിവായി മാറിയാൽ മാത്രം പോരാ, അതിനെ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കുവാൻ മനസ്സിൽ അന്വേഷണ ഭാവങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകണം. അതാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. കുട്ടിയുടെ മനസ്സിലെപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാവണം, കുട്ടിയുടെ മനസ്സിലെപ്പോഴും അന്വേഷണ ഭാവം ഉണ്ടാകണം. ഇവിടെയാണ് വിവരം കൂടുതൽ കൂടുതൽ വിവരങ്ങളാകും
ചക്രവാളത്തോളം കുട്ടിയുടെ വിവരം എത്താനുള്ള സാധ്യതയുമായി മാറുന്നത്. ഇത് ഇവിടെ ഉപയോഗിക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനകീയാരോഗ്യം കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിലൊരു ചോദ്യം ഉൽപ്പാദിക്കണം. എന്ത്, ലോകത്ത് മുഴുവൻ അങ്ങനെ ആയിക്കൂടെ? മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെ ആയിക്കൂടെ? ആ ചിന്ത കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കുട്ടിയെ വളർത്തും. അങ്ങനെയാണ് ആരോഗ്യ മേഖല വളരുക. അതുകൊണ്ട് മനസ്സിൽ അന്വേഷണഭാവവും ചോദ്യങ്ങളും ഉയർത്തത്തക്ക രീതിയിൽ നമുക്ക് കിട്ടുന്ന ചില ഡാറ്റകളെ ഉപയോഗിക്കാൻ അച്ഛനമ്മമാരും അധ്യാപകരും ശ്രമിച്ചാൽ ഈ നാം നേടിയ നേട്ടം ലോക ജനതയുടെ നേട്ടമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. കേരളത്തിൻ്റെ നേട്ടമാണ് നമ്മൾ അഭിമാനം കൊണ്ടത് മാത്രമായില്ല. ലോക ജനത മുഴുവൻ രക്ഷപ്പെടണം, മനുഷ്യർ മുഴുവൻ രക്ഷപ്പെടണം. അതിന് പുതിയ ആശയോൽപാദനമുണ്ടാകണം. അതുപോലെ തന്നെ പല തെറ്റിദ്ധാരണകളും നീങ്ങണം. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു സങ്കേതമാണ് അന്ധവിശ്വാസങ്ങളില്ലാത്ത, വർഗീയതയെ ചെറുക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രബോധമുള്ള മനസ്സ് സൃഷ്ടിക്കുക എന്നുള്ളത്. ശാസ്ത്രബോധമുള്ള മനസ്സ് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളെയും അകറ്റും. അതുകൊണ്ട് ശാസ്ത്ര പഠനം ശാസ്ത്രത്തിൻ്റെ യുക്തി മനസ്സിലേക്ക് എത്തിക്കുന്ന രീതിയിലാകണം. ശാസ്ത്രത്തിൻ്റെ യുക്തി മനസ്സിൻ്റെ യുക്തിയായി മാറുമ്പോൾ ശാസ്ത്രബോധമുണ്ടാകും. ആ ശാസ്ത്രബോധം പ്രതിരോധത്തിലേക്കാണ് കൂടുതൽ നമ്മളെ നയിക്കുക, ചികിത്സയിലേക്കല്ല. അപ്പം അത്തരത്തിലുള്ള ശാസ്ത്രബോധം ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം എന്നുള്ളത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ മുന്നോട്ട് വച്ചിട്ടുള്ള പുതിയ ആശയ സങ്കല്പങ്ങൾ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആശയ സങ്കല്പങ്ങൾ ഇന്നത്തെ പ്രതിരോധ കാലഘട്ടത്തിലെ പശ്ചാത്തലത്തിലേക്കൊന്ന് സംക്രമിപ്പിച്ചാൽ ഇവിടെ രോഗപ്രതിരോധത്തിനും കോവിഡ് പ്രതിരോധത്തിനും മാതൃകയുണ്ടായി എന്ന് മാത്രമല്ല, എന്നേക്കും മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന രീതിയിലും ചില ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കൂടി നമുക്ക് കഴിയും. വളരെ പ്രധാനപ്പെട്ടതാണത്. നാം ആധുനിക സങ്കേതം ഉപയോഗിക്കുന്നത് കേവലം ക്ലാസ്സിൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല. അത് ചില ഉപകരണങ്ങൾ മാത്രമാണ്. ആ ഉപകരണങ്ങളിലൂടെ ഉണ്ടാകുന്ന ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആശയ സങ്കേതങ്ങൾ മനസ്സുകളിലേക്ക് എത്തിച്ച് ആ മനസ്സുകളെ ഇതിൻ്റെ ഒപ്പം വളർത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അത്തരത്തിലുള്ള ആശയ മാറ്റങ്ങളുടെ സാധ്യത അനന്തമായി നിൽക്കുകയാണ്. ഇതുപയോഗിക്കണം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് കേരളം മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയായിട്ട് മാറുന്നത്. പ്രായോഗികമായി പല പ്രശ്നങ്ങളും നമുക്ക് നിൽക്കുന്നു. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത അക്കാദമിക് വർഷത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ? ഇപ്പം അത്തരത്തിലൊരു ശങ്കയുടെ ആവശ്യമില്ല. ജൂൺ 1-ാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പോൾ ജൂൺ 1-ാം തീയതി ക്ലാസ് തുടങ്ങാൻ പറ്റില്ല എന്നൊരവസരവും നിലനിൽക്കുന്നില്ല. ഇപ്പോഴും ലോക്ക്ഡൗൺ മെയ് മാസത്തിൽ ആണ് വച്ചിരിക്കുന്നത്. അക്കാലത്ത് ഈ പ്രശ്നങ്ങൾ തീരുകയാണെങ്കിൽ നമുക്ക് ജൂൺ 1-ാം തീയതി ആരംഭിക്കാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ എളുപ്പം നീണ്ടേക്കാം. എങ്കിൽ പോലും നമ്മുടെ അക്കാദമിക് വർഷത്തിൽ ഒരു കുട്ടിയുടെയും പഠനത്തിനൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല. അത് എങ്ങനെ വേണം എന്നുള്ള മാറ്റങ്ങളുടെ ഗവേഷണങ്ങൾ SCERTയുടെ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുതിയൊരു അക്കാദമിക് വർഷത്തിൽ പഠനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് ആരും നിരാശപ്പെടേണ്ട, ആരും ഭയപ്പെടേണ്ട. അതിനുള്ള എല്ലാ സങ്കേതങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 തൊട്ട് 9 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞു, അവരുടെ പരീക്ഷ ഇനിയില്ല, അവർക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ്. അപ്പോൾ അവരുടെ പുതിയ പുസ്തകങ്ങൾ അവർക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുവാനുള്ള ശ്രമം വിദ്യാഭ്യാസ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന പ്രായോഗികമായ പഠനരംഗത്തുള്ള പ്രശ്നങ്ങൾ മറികടക്കുവാനുള്ള വലിയ ശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. 1 മുതൽ 12 വരെയുള്ള എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റിയ ഈ സന്ദർഭത്തിൽ ആധുനികമായിട്ടുള്ള പഠനത്തിനൊരു വർഷം വരികയാണ്. അവിടെ നമ്മൾ വലിയ ലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓരോ വിദ്യാർത്ഥിയുടെയും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. വളരെ വളരെ അപൂർവം പ്രദേശങ്ങളിൽ മാത്രമേ ഇങ്ങനൊരു ലക്ഷ്യം തന്നെ മുന്നിലുണ്ടായിട്ടുള്ളൂ. ഓരോ കുട്ടിയുടെയും സർഗസാധ്യതകൾ വളർത്തുവാനുള്ള വലിയ ശ്രമമാണ് അതിലൂടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ മുന്നിലുള്ള ഈ പ്രതിബന്ധം, ഈ പ്രതിരോധ പ്രക്രിയ
വാസ്തവത്തിൽ നമുക്കൊരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നല്ല ദിശയിൽ നമ്മൾ ഉപയോഗിച്ച്, അതിനെ കൂടി നല്ല ദിശയിൽ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള എങ്ങനെ വേണം ആസൂത്രണം, എങ്ങനെ വേണം പ്ലാനിങ്, എങ്ങനെ വേണം വികസനം, ഇതൊക്കെ ചർച്ച ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. നമ്മൾ പ്രളയകാലത്ത് ചെയ്തതാണ്. പ്രളയം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞു, പ്രളയത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം പുനഃസൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു. പുനഃസൃഷ്ടി എന്നത് പഴയ വീടുകളോ പഴയ റോഡുകളോ അതുപോലെ കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇതൊരു പഠനത്തിൻ്റെ ഭാഗമാണ്. ആ അനുഭവത്തിൽ നിന്ന് വലിയൊരു അറിവാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി വീണ്ടും അത്തരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ഉണ്ടാക്കുമ്പോൾ ഇനിയൊരു പ്രളയത്തിൽ നഷ്ടപ്പെടാതിരിക്കത്തക്ക രീതിയിലുള്ള മുൻകരുതലുകൾ ഉണ്ടാകും. ഇതാണ് അനുഭവത്തിൽ നിന്നുള്ള പാഠം, ഇതാണ് അനുഭവത്തിൽ നിന്നുള്ള അറിവ്. ഇത് നമ്മുടെ സംസ്കാരമായി മാറിയിട്ടുണ്ട് പ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ. മറ്റൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ടായിരിക്കുന്നു, അതുപയോഗിക്കണം. അതുപയോഗിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം പരിസ്ഥിതി സന്തുലനം, ജൈവ വൈവിധ്യം എങ്ങനെയായിരിക്കണം? നമ്മുടെ സ്കൂളുകളിലെല്ലാം ജൈവ വൈവിധ്യ ഉദ്യാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാത്? ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കുട്ടിയുടെ മനസ്സിൽ ചില സങ്കല്പങ്ങൾ ഉണ്ടാക്കുവാനാണ്. ഇന്ന് ഏറ്റവും അധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വൈവിധ്യമാണ്. അന്തരീക്ഷത്തിൻ്റെ താപനില കൂടുന്നു, അന്തരീക്ഷത്തിൽ മലിനീകരണം കൂടുന്നു, മണ്ണിൻ്റെ മലിനീകരണം കൂടുന്നു, വെള്ളത്തിൻ്റെ മലിനീകരണം കൂടുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ചെന്ന് മുട്ടുന്നത് ജൈവ വൈവിധ്യത്തിലാണ്. ഓരോ നിമിഷവും ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രകൃതിയുടെ സന്തുലനത്തെ അപകടപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പാഠപുസ്തകത്തിലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. 1 മുതൽ 7 വരെയുള്ള പാഠപുസ്തകങ്ങളൊന്ന് വായിച്ചാൽ, 1 മുതൽ 7 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. ആ കുട്ടിക്കാലത്ത് തന്നെ ഇതെല്ലാം കുട്ടിയുടെ മനസ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഞാനീ പറഞ്ഞ ഈ വിവരങ്ങളുമായി ഒന്ന് ചേർത്ത് വെച്ചാൽ നല്ല പരിസ്ഥിതി പ്രവർത്തകനായി, നല്ല വികസന നായകന്മാരായി കേരളത്തിലെ കൊച്ചുകുട്ടികളെ വളർത്താൻ നമുക്ക് കഴിയും. നല്ല ആരോഗ്യശീലങ്ങളുള്ള തലമുറയായി കേരളത്തെ വളർത്താൻ പറ്റും. ഞാൻ പറഞ്ഞത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതയെക്കുറിച്ചും ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മോഹത്തെക്കുറിച്ചുമാണ്. ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ആ സമൂഹത്തിൽ ആധുനിക വിദ്യാഭ്യാസ സാധ്യതയുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പോലും ഉപയോഗിച്ചുകൊണ്ട് ഒരു ആധുനിക സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. SFI ആഗ്രഹിക്കുന്ന അതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് ലൈവൊക്കെ നമ്മൾ നടത്തുന്നത്. വിവിധ ആശയങ്ങൾ പരസ്പരം ചേരണം. അങ്ങനെ ഒരവസ്ഥ വന്നുപോയി എന്നുള്ളത് നാം വേദനയോടെ കാണുന്നുണ്ടെങ്കിലും അതിനെ കൂടി പോസിറ്റീവായി എടുത്തുകൊണ്ട് ആധുനിക സങ്കേതങ്ങളും സാധ്യതകളും വിവരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ അന്വേഷണ ഭാവത്തിലേക്ക് എത്തിച്ച് ചോദ്യങ്ങൾ മനസ്സിൽ ഉൽപ്പാദിപ്പിച്ച് പുതിയ ഒരു തലത്തിലേക്ക് സമൂഹത്തെ വളർത്തണം. പ്രകൃതി സന്തുലനമുള്ളൊരു സമൂഹം, പ്രകൃതിയുടെ എല്ലാ എൻറ്റിറ്റീസും അതിൻ്റേതായ ഭംഗിയോടെയും അതുപോലെ തന്നെ മറ്റേ നൈസർഗികതയിലൂടെയും നിലനിൽക്കുന്നൊരു കാലം, അത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റണം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സാധ്യത ഉപയോഗിക്കണം. ആ ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യം കേരളത്തിൽ അധ്യാപകർ ഒന്ന് ഏറ്റെടുത്താൽ അവരോട് അഭ്യർത്ഥിക്കുകയാണ് വിനീതമായിട്ട്. ഈ പറയുന്ന പ്രശ്നം നമ്മളെ വേദനിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു എങ്കിൽ പോലും ആധുനിക വിദ്യാഭ്യാസ സാധ്യതകളെല്ലാം നിങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ പുതിയ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നാളെ ഇതെല്ലാം മറികടക്കാൻ പറ്റുന്ന ഒരു നല്ല സമൂഹം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. യഥാർത്ഥത്തിൽ സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിൽ നിന്നും ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ മാറി എന്ന് മറ്റൊരു സമൂഹം പറയണമെങ്കിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ചെറിയതല്ല സമൂഹത്തിൻ്റെ പ്രതീക്ഷ, ചെറിയതല്ല ലോകത്തിൻ്റെ പ്രതീക്ഷ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച്, കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിനെക്കുറിച്ച്, കേരളത്തിൻ്റെ അത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരെക്കുറിച്ച് എല്ലാം ഇന്ന് ലോകം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഒപ്പം അതിലെ ഓരോ വിവരങ്ങളും അറിവുകളാക്കി മാറ്റുന്ന വിദ്യാഭ്യാസ രീതിശാസ്ത്രം കൂടിച്ചേർന്നാൽ നിസ്സംശയം കേരളം ലോകത്തിലെ എല്ലാവർക്കും മാതൃകയായിട്ട് മാറും. അത്തരത്തിലുള്ള വലിയൊരു മാറ്റത്തിന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒത്തുചേരണം. പ്രതിരോധത്തിൽ നമ്മളെടുക്കുന്ന കൂട്ടായ്മ, അകന്നു നിന്നുകൊണ്ട് അതിശക്തമായി നമ്മൾ പ്രതിരോധിക്കുമ്പോൾ മനസ്സുകൾ അടുത്ത്, ചിന്തകൾ അടുത്ത് യഥാർത്ഥത്തിൽ കൂടുതൽ വലിയ കൂട്ടായ്മ സൃഷ്ടിക്കാൻ കഴിയും. ഈ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. നിങ്ങളെ ചിന്ത മറ്റുള്ളവരോട് പങ്കിടും. ചിന്തകൾ പങ്കിടുന്തോറും നാം അടുത്തടുത്തടുത്തടുത്ത് വരും. ആ അടുപ്പത്തിലൂടെയാണ് പുതിയ ആശയങ്ങൾ ഉണ്ടാവുക. ആ ആശയങ്ങളാണ് നമ്മളെ നാളത്തെ വലിയൊരു സമൂഹത്തിലേക്ക് എത്തിക്കുക. അതിനൊരു സാധ്യത ഇന്ന് കേരളത്തിലുണ്ട്. ആർദ്രം പദ്ധതിയും പൊതുവിദ്യാഭ്യാസ യജ്ഞവും ഇത്തരത്തിലുള്ള പുതിയ സങ്കേതങ്ങൾ ഇന്ന് നിങ്ങൾക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ മറ്റ് പരിപാടികളെല്ലാം കാർഷിക മേഖല ശക്തമായ ഇടപെടൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പലതവണ പറഞ്ഞതാണ്. പാഠം 1 പാടത്തേക്ക് എന്ന കൃഷി വകുപ്പുമായി ചേർന്ന വിദ്യാഭ്യാസ വകുപ്പ് ഒരു പരിപാടി നടത്തി. പാഠപുസ്തകങ്ങളിലെ വിവരങ്ങൾ അനുഭവത്തിലൂടെ അറിവാക്കി മാറ്റാനുള്ള വളരെ മനോഹരമായ പരിപാടിയാണ്. അങ്ങനെ പുതിയൊരു തലം സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയേണ്ടതുണ്ട്. ഇതിനിടയിൽ ചില ചോദ്യങ്ങൾ സുഹൃത്തുക്കൾ ചോദിച്ചു. സുനിലും മറ്റനേകം കുട്ടികളും ചോദിച്ച ചോദ്യം SSLC പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. SSLC പരീക്ഷ 3 എണ്ണം കൂടി നടക്കാനുണ്ട്. അത് 3ഉം നടക്കും. പക്ഷേ എന്നാണ് നടക്കുന്നത് എന്ന ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഏതായാലും SSLC പരീക്ഷയ്ക്ക് എഴുതുന്നവർ അതിനുവേണ്ടി തയ്യാറായിക്കൊള്ളുക. അധികം താമസിയാതെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കും. വിജയ് കൃഷ്ണ, നിഖിൽ തുടങ്ങിയ കൂട്ടുകാർ +2 SSLC പരീക്ഷകൾ എന്ന് നടക്കും എന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദ്യമാണ്. +2 പരീക്ഷകളും നടക്കും. SSLC, +1, +2, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. അതിൽ SSLCക്ക് 3 പരീക്ഷയും +2വിന് 4 പരീക്ഷയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 5 പരീക്ഷയും പൂർത്തിയാക്കാനുണ്ട്. ഇത് എല്ലാം പൂർത്തിയാക്കും. അത് എന്ന ഡേറ്റ് ഇപ്പോൾ പറയുന്നില്ല. മറ്റൊരു സന്ദർഭത്തിൽ ഒന്നുകൂടി ആലോചിച്ച് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായാൽ എല്ലാ കുട്ടികൾക്കും അവസരം നൽകിക്കൊണ്ട് തന്നെ ഈ പരീക്ഷ നടക്കും. ആരും അക്കാര്യത്തിൽ ഒരു ആശങ്കയും വെച്ച് പുലർത്തേണ്ട. പരീക്ഷ നടക്കും. VC ബൈജു ഒരു ചോദ്യം, അതിൽ ഉൾക്കൊള്ളുന്ന ചോദ്യം തന്നെയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. +1 പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞു. SSLCയും +1ഉം +2ഉം 3 ഉണ്ടാകും. അതിൻ്റെ അർത്ഥം +1 പരീക്ഷ ഉണ്ടാകും എന്ന് തന്നെയാണ്. മനജ് നന്ദു ഒരു ചോദ്യം ചോദിച്ചു. പരീക്ഷകൾക്ക് 10 ദിവസം മുമ്പ് പറയുമോ പരീക്ഷകൾ നീണ്ടുപോകുന്നത് തുടർ വിദ്യാഭ്യാസത്തെ ബാധിക്കില്ലേ? ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് പരീക്ഷ നടത്താൻ പറ്റില്ല. മനജ് നന്ദുവിനെ അറിയാം, എല്ലാവർക്കും അറിയാം. പരീക്ഷ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് മൊത്തം നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പരീക്ഷ നടത്താറ്. എല്ലാ ഒരുക്കങ്ങളും ആയതാണ്. ബാക്കി പരീക്ഷയ്ക്ക് എന്തെല്ലാം ഒരുക്കം വേണോ അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞതാണ്. ഏക പ്രശ്നം ഇന്നത്തെ ഈ ലോക്ക്ഡൗണാണ്. അതുകൊണ്ട് ആണ് പരീക്ഷ നീളുന്നത്. അതൊന്നും ഭാവിയെ ബാധിക്കില്ല. ഇതെല്ലാം പലതരത്തിലും നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഓരോ തരത്തിലും ഓരോന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. രീതിശാസ്ത്രത്തിൻ്റെ മാറ്റങ്ങൾ ശാസ്ത്രീയമായി നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ചെറിയ മാറ്റങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. ആരും ഭയപ്പെടേണ്ട. തുടർ വിദ്യാഭ്യാസത്തിന് ഒരു പ്രശ്നവും ഒരാൾക്കും ഉണ്ടാവില്ല. അത്തരത്തിലെല്ലാം ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൽ സങ്കേതങ്ങളുണ്ട്. അതെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് വളരെ ശാസ്ത്രീയമായി പരിശോധിച്ച് നടപ്പിലാക്കും. പരീക്ഷകൾക്ക് 10 ദിവസം മുമ്പ് ഇപ്പോഴേ നമുക്ക് പഠിക്കാമല്ലോ. ഇപ്പോഴേ എല്ലാ കുട്ടികൾക്കും പഠിക്കാമല്ലോ. പരീക്ഷ വരും എന്ന് ഉറപ്പായി. പരീക്ഷ ഉണ്ടാവും. ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അത് ഇനിയും കൂടുതൽ സമയം എന്ന് പറഞ്ഞാൽ വീണ്ടും പരീക്ഷ നീളും. അതുകൊണ്ട് അധികം നീട്ടാൻ പറ്റില്ല.
അതുകൊണ്ട് ഇപ്പോഴേ തന്നെ പരീക്ഷയുണ്ടാകും എന്ന രീതിയിൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. അശ്വിൻ മലപ്പുറത്ത് നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. DLED 1ാം വർഷവും 2ാം വർഷവും പരീക്ഷ നടത്തിപ്പിന് തീരുമാനമായോ? നേരത്തെ 3 പരീക്ഷകളുടെ പറഞ്ഞ പോലെ തന്നെയാണ്. അതിൻ്റെ ഇപ്പോഴും ഡേറ്റ് തീരുമാനമായിട്ടില്ല. ഏതായാലും പരീക്ഷയുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പരീക്ഷ എഴുതുന്നവർ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാവുക. ഡേറ്റ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആലോചിച്ച് ഈ ലോക്ക്ഡൗൺ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നടപ്പിലാക്കും. ചുരുക്കത്തിൽ പരീക്ഷകളൊക്കെ ഉണ്ടാവും. ഡേറ്റ് കൃത്യമായിട്ട് പിന്നീട് പറയും. പ്രഭ തോമസ്, ഫെബ്രുവരിയിൽ നടന്ന കേട്ടറ്റ് പരീക്ഷാ റിസൾട്ട് എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഉടൻ തന്നെ അതിൻ്റെ ഡേറ്റ് റിസൾട്ട് പ്രഖ്യാപിക്കും. അധികം താമസിയാതെ ആ പരീക്ഷാ റിസൾട്ട് വരും. അദ്വൈത് അജി, 9ാം ക്ലാസ് പരീക്ഷ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. 9ാം ക്ലാസ് വരെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും പ്രൊമോഷൻ ഉണ്ടാകും. 9ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതാത്ത പരീക്ഷ ഹാഫ് ഇയറിലേക്കും ക്വാർട്ടറിലേക്കും എഴുതിയിട്ടുണ്ടാവും. അവരുടെ ക്വാർട്ടർലിയുടെയും ഹാഫ് ഇയർലിയുടെയും പരീക്ഷ മാർക്ക് നോക്കി അതിൻ്റെ ശരാശരി എടുത്തിട്ട് അവർക്ക് പ്രൊമോഷൻ നൽകും. പ്രമോദ് ബാലകൃഷ്ണൻ ഒരു ചോദ്യം ചോദിച്ചത്, സ്കൂൾ ജൂണിൽ തുറക്കാൻ കഴിയുമോ? ഇപ്പം നമുക്ക് അങ്ങ് ആഗ്രഹിക്കാം. ഇപ്പോഴത്തെ നിലയ്ക്ക് നമ്മളത് ഗ്രീൻ സോണുകളൊക്കെ ആയിട്ട് പലതും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെല്ലാം മാറുന്നൊരവസരം ഉണ്ടായി. ലോക്ക്ഡൗൺ പിൻവലിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ പ്രതീക്ഷ അതാണ്, ആഗ്രഹവും അതാണ്, നമ്മൾ പ്രവർത്തിക്കുന്നതും അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സാഹചര്യം ഉണ്ടായാൽ നമുക്ക് ജൂൺ 1 വേണ്ടി തുടങ്ങാം. അതിൽ പ്രശ്നമൊന്നുമില്ല. അല്ല, എന്താണ് നമ്മുടെ പോക്ക് എന്ന് നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വരുത്തേണ്ടി വരും. അപ്പോഴും ഒരിക്കൽ കൂടി പറയുകയാണ്, അങ്ങനെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആരും ഒരു അക്കാദമിക് വർഷത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമെന്ന് ഭയപ്പെടേണ്ട. വിദ്യാഭ്യാസ വകുപ്പ് അതിനുവേണ്ടി എല്ലാം ചെയ്തു വരുന്നുണ്ട്, എല്ലാം തയ്യാറാക്കി വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പരീക്ഷകളും പോളിടെക്നിക് പരീക്ഷകളും എന്ന് നടക്കുമെന്ന് കുറേ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പരീക്ഷകളാണ്. അവിടെയും ഉത്തരം ഇതുതന്നെയാണ്. എന്നാണ് പരീക്ഷ എന്ന ഡേറ്റ് പറയാൻ കഴിയില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി പരീക്ഷകളും പോളിടെക്നിക് പരീക്ഷകളും നടക്കും. അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവണം. തയ്യാറാകുക എന്നുള്ള ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ്. എത്ര പഠിച്ചാലും അധികമാവില്ല. അതുകൊണ്ട് പരീക്ഷ നടക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുക. പരീക്ഷ നടത്താൻ സാഹചര്യം വരും, പെട്ടെന്ന് നടക്കുക. കാരണം പരീക്ഷ നടന്നിട്ട് വേണം റിസൾട്ട് വരാൻ, എന്നിട്ട് വേണം തുടർ പഠനത്തിൻ്റെ സാധ്യത ഉണ്ടാക്കാൻ. അതുകൊണ്ട് പരീക്ഷ നടക്കും എന്നെല്ലാവരും ഉറച്ചോളൂ. പരീക്ഷകൾ എന്ന ഡേറ്റ് പിന്നീട് പറയും. പരീക്ഷകൾ ഓൺലൈനായി നടത്തുമോ? ഓൺലൈനായി നടത്തുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാണ്. കാരണം ഹൈടെക് വിദ്യാഭ്യാസം എന്നത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഹൈടെക് തന്നെയാണ്. ഏത് തരത്തിൽ എന്ത് പരീക്ഷയോ എന്തിനും. പക്ഷേ ഇപ്പോൾ നമ്മളത് ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ട്? കുട്ടികൾ പരീക്ഷ എഴുതിയത്, ഇതുവരെയുള്ള പരീക്ഷ എഴുതിയത് പഴയ രീതിയിൽ തന്നെയാണ്, സാമ്പ്രദായിക രീതിയിലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ചോദ്യം വായിച്ചു, ഉത്തരം എഴുതി, അങ്ങനെ പരീക്ഷ എഴുതി വന്നിരുന്നൊരു കുട്ടി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ തന്നെയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് മറ്റൊരു രീതിയിൽ പരീക്ഷ നടത്തുമ്പോൾ പരീക്ഷ തൃപ്തികരമായിട്ട് എഴുതാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആദ്യത്തെ പ്രിഫറൻസ് സാധാരണ രീതിയിൽ പരീക്ഷ നടത്തുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ കാരണം മനസ്സിലായിട്ടുണ്ടാവും. ഓൺലൈനിൽ പരീക്ഷ നടത്താൻ പറ്റാത്തതല്ല, അത് വ്യത്യസ്തമായൊരു സങ്കേതമാണ്. അതിന് പരിശീലനം ലഭിച്ചിട്ടില്ല, അധ്യാപകർക്ക് പരിശീലനം ലഭിച്ചിട്ടില്ല, കുട്ടികൾക്ക് എഴുതാനുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സ് തുറന്ന് ആത്മവിശ്വാസത്തോടെ ചിലപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റി എന്ന് വരില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ പരീക്ഷ നടത്തുന്നത്. അപ്പം സാധാരണ രീതിയിൽ പരീക്ഷ നടത്താൻ തന്നെയാണ് ഇപ്പോൾ വകുപ്പ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൗൺ എത്ര നീളും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ സജ്ജമാണ്. എന്താ ചെയ്യുക എന്നൊരു ഭയവും ആർക്കും വേണ്ട. ഇപ്പോഴത്തെ നിലയ്ക്ക് അത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സാധാരണ പരീക്ഷ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
അടുത്ത അക്കാദമിക് വർഷം 6 മാസം നീട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴത്തെ നിലയ്ക്ക് ഞാൻ പറഞ്ഞു, ജൂൺ 1 പോലും വേണോ എന്നുള്ള കാര്യം ആലോചിക്കാം, അല്ലെങ്കിൽ അല്പം നീണ്ടാൽ പോലും അക്കാദമിക് വർഷം നീട്ടേണ്ട കാര്യമില്ല. ഒരു കരിക്കുലം ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയ അത് പലതരത്തിലാവാം. 200 ദിവസങ്ങളായിട്ട് ഒരു കരിക്കുലം ആശയം കുട്ടിയിൽ എത്തിക്കുവാനുള്ളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ, മറ്റൊരു മെത്തഡോളജി ഉപയോഗിച്ചാൽ, മറ്റൊരു രീതിശാസ്ത്രം ഉപയോഗിച്ചാൽ അത് വേറൊരു തരത്തിൽ എത്തിക്കാൻ പറ്റും. ഒരു ശാസ്ത്രീയ പ്രക്രിയയാണ്. അതുകൊണ്ട് ഒരു കരിക്കുലം കുട്ടിയിലേക്ക് എത്തിക്കാനുള്ളൊരു മെത്തഡോളജി ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് 200 ദിവസങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ, പ്രളയകാലത്തുണ്ടായതാണത്, അത് പലതരത്തിൽ നമ്മൾ മാറ്റിയിട്ടുള്ള അനുഭവമുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ മാറി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ സിലബസിൽ മാറ്റോ കരിക്കുലത്തിൽ മാറ്റോ അതുപോലെ അക്കാദമിക് വർഷത്തിൻ്റെ ദൈർഘ്യത്തിലുള്ള മാറ്റോ ഒന്നും വേണ്ടി വരില്ല. ഇപ്പോൾ വരുന്ന അക്കാദമിക് വർഷം സ്വാഭാവികമായിട്ടുള്ള അക്കാദമിക് വർഷമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലിരിക്കൂ. എന്തിലും നമുക്ക് വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. ഈ പ്രതിരോധത്തിൽ അതല്ലേ ചെയ്യണത്. നമുക്ക് പറ്റും, നമ്മൾ കൊറോണ 19 പ്രതിരോധിക്കാൻ പറ്റും എന്ന ശുഭാപ്തി വിശ്വാസത്തിലല്ലേ നമ്മളതിനു വേണ്ടി കരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഓരോ നിമിഷവും ഓരോ മില്ലിമീറ്റർ നമ്മൾ കരുതലെടുക്കുകയല്ലേ. അതുപോലെ വരുന്ന അക്കാദമിക് വർഷം നമ്മുടെ പഴയ അക്കാദമിക് വർഷം പോലെ തന്നെ സമ്പന്നമായ ഒരു അക്കാദമിക് വർഷമാകും എന്ന് തന്നെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഓർത്തോളൂ. അതിനുവേണ്ടി നമുക്ക് ഏത് തരത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് അതിന് ശ്രമിക്കും. എപ്പോഴും വകുപ്പ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു പ്രശ്നവും വിദ്യാഭ്യാസ രീതിശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും ഉണ്ടാവില്ല. മറ്റ് പലരും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. മഹേഷ് കുമാർ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് സ്കൂൾ പ്രവേശനം ഏത് തീയതിക്ക് ആരംഭിക്കും എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മെയ് 5 മുതൽ ജൂൺ ആദ്യത്തെ 6 പ്രവൃത്തി ദിനങ്ങൾ വരെയാണ് സാധാരണ നിലയ്ക്ക് സ്കൂൾ പ്രവേശനം നടക്കുക. അപ്പോൾ ആ സ്കൂൾ പ്രവേശനം നടക്കാൻ ഇപ്പോൾ 5-ാം തീയതി മുതൽ സാധിക്കുന്നതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സ്കൂൾ ഓഫീസുകൾ തുറക്കാനുള്ള ഒരു അനുവാദം തന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ എത്രയും വേഗം വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ തന്നെ സെക്രട്ടറിയും DGയും എല്ലാം ചേർന്നിരുന്ന്, പ്രധാനപ്പെട്ട ഒഫീഷ്യൽസൊക്കെ ചേർന്നിരുന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അഡ്മിഷൻ എങ്ങനെ നടത്താം എന്നുള്ളത് ആലോചിക്കുകയാണ്. ഏത് രീതിയിൽ തന്നെ നമുക്ക് ക്ലിപ്തപ്പെടുത്തേണ്ടി വന്നാലും മാറ്റപ്പെടുത്തേണ്ടി വന്നാലും അഡ്മിഷൻ നടക്കും. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കും അഡ്മിഷൻ കിട്ടാതെ വരില്ല. ഇങ്ങനെ പറയാനുള്ള കാരണം, നേരത്തെ ഒരു ചർച്ചയിൽ ഗൾഫിൽ നിന്നൊരു കുട്ടി ചോദിച്ചു, അവർക്ക് കേരളത്തിലേക്ക് വരണമെന്നുണ്ട്, ഇവിടുത്തെ അഡ്മിഷൻ ഡേറ്റ് ഈ സാഹചര്യത്തിൽ നീണ്ടുപോയാലോ അല്ലെങ്കിൽ ചുരുക്കിയാലോ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ? അവരോട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അവരോട് പറഞ്ഞത് ഇതാണ്: കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ അഡ്മിഷൻ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. ആർക്കെല്ലാം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അഡ്മിഷൻ വേണോ അവർക്കെല്ലാം അഡ്മിഷൻ കൊടുക്കാവുന്ന മാറ്റങ്ങളുണ്ടാക്കും. അതുകൊണ്ട് സ്കൂൾ പ്രവേശനത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ ചർച്ചകൾ നടക്കുകയാണ്. അഡ്മിഷൻ നേരത്തെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന പോലെ തന്നെ നടക്കും. ആർക്കും ഒരു തരത്തിലുള്ള അവകാശ നിഷേധവും അവസര നിഷേധവും ഉണ്ടാവില്ല. രതീഷ് കുമാർ ചോദിച്ചിട്ടുള്ളത് സ്കൂൾ തുറക്കുന്ന തീയതി തീരുമാനിച്ചോ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് കൃത്യം പറയാൻ കഴിയില്ല. 1-ാം തീയതി ആരംഭിക്കണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ ദീർഘിപ്പിച്ച ലോക്ക്ഡൗണിൻ്റെ അവസ്ഥ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എന്തെന്ത് സാധ്യതയുണ്ടോ അതൊക്കെ ജനങ്ങൾക്ക് തുറന്നു തരാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1-ാം തീയതി പറ്റുമോ എന്നുള്ള ഒരു ആലോചനയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. അല്ലാത്ത പക്ഷം ഏത് ദിവസം വേണമെന്ന് പിന്നീടാണ് എല്ലാ സൗകര്യങ്ങളും അതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങളും നോക്കി തീരുമാനിക്കുക. കഴിഞ്ഞ പരീക്ഷയുടെ വാല്യുവേഷൻ ആരംഭിച്ചോ? ഇല്ല, വാല്യുവേഷൻ ആരംഭിച്ചിട്ടില്ല. പരീക്ഷകൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് വാല്യുവേഷൻ ആരംഭിക്കുക. എന്നൊരു രീതി അങ്ങനെയാണ്. കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനങ്ങളും അധ്യാപകർ കൂട്ടായി എടുക്കണം. അതെല്ലാം ചേർന്ന് പരീക്ഷയ്ക്ക് ശേഷം ആണ് വാല്യുവേഷൻ നടത്തുക. അവിടെ
ഒരു സംശയം പലർക്കുമുണ്ട്, വാല്യുവേഷൻ നീണ്ടുപോകുമോ, റിസൾട്ട് നീണ്ടുപോകുമോ? കുറച്ചൊക്കെ നീണ്ടേക്കാം, ശരിയാണ്. പക്ഷേ വലിയ മാറ്റങ്ങൾ കൂടാതെ വാല്യുവേഷൻ്റെ രീതി നമ്മൾ മാറ്റും. എങ്ങനെ? കൂടുതൽ അധ്യാപകരെ വാല്യുവേഷനിലേക്ക് കൊണ്ടുവരും. കൂടുതൽ ദിവസങ്ങൾ കുറച്ച് കൂടുതൽ പേപ്പറുകൾ വാല്യൂ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ പല രീതിയിലും ദൈർഘ്യം കുറച്ച് വാല്യുവേഷൻ പൂർത്തിയാക്കുവാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അല്പം നീണ്ടു എങ്കിലും ഇപ്പോൾ നമ്മൾ വാല്യുവേഷൻ പൂർത്തിയാക്കാം എന്ന് വിചാരിച്ച ദിവസങ്ങളേക്കാൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വാല്യുവേഷൻ പൂർത്തിയാക്കി പരമാവധി വേഗം റിസൾട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ വാല്യുവേഷൻ ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വൈശാഖ് ചോദിച്ചൊരു ചോദ്യം, പരീക്ഷ നടത്തുവാൻ തീരുമാനിക്കുമ്പോൾ പഴയ രീതിയിലുള്ള ഗ്യാപ്പ്, ഇടവേള ഉണ്ടാകുമോ, അതോ തുടർച്ചയായ ദിവസങ്ങളിൽ നടക്കുമോ? ഇനി നമുക്കതിനൊന്നും സമയമില്ല. എന്തിനാണ് ഇടവേള കൊടുക്കാറുള്ളത്? ഒരു വിഷയം പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞ് തുടർ വിഷയങ്ങൾ പഠിക്കാനുള്ള സമയം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്യാപ്പ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ പഠിക്കാൻ ഇഷ്ടംപോലെ സമയം, 3 SLC കുട്ടികൾക്ക് 3 പരീക്ഷയെ വേണ്ടൂ, 3 വിഷയമുള്ളൂ. +2 ആണെങ്കിൽ 4 വിഷയമുള്ളൂ. അപ്പോൾ ഈ സമയത്തെല്ലാം പഠിക്കാം. ഞാൻ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരീക്ഷ നടക്കും, പരീക്ഷ നടക്കും, പരീക്ഷ നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠനം ഇപ്പോഴേ തുടരാം. നമ്മുടെ ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇനി വല്ലാതെ ഗ്യാപ്പ് കൊടുത്ത് പരീക്ഷകൾ നടത്തി ദിവസങ്ങൾ നീണ്ടാൽ വീണ്ടും റിസൾട്ടൊക്കെ നീളും. അതുകൊണ്ട് അധികം ഗ്യാപ്പുകളൊന്നും ഇല്ലാതെ എത്രയും വേഗം പരീക്ഷ തീർക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പരീക്ഷ പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. ഏതായാലും ആ ദിവസം നിങ്ങളെ മുൻകൂട്ടി അറിയിക്കും. അങ്ങനെ എത്രയും വേഗം റിസൾട്ട് തീർക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉണ്ടാവുക. ചിലപ്പോൾ ആ ഡേറ്റ് തീരുമാനിക്കുന്നതിനിടയിൽ ചില ദിവസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അത് ഡേറ്റ് ഏതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. പൊതുവായി പരീക്ഷകൾ തുടർച്ചയായി നടത്തി എത്രയും വേഗം പരീക്ഷകൾ തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന കാഴ്ചപ്പാട്. വിജയൻ NG ഒരു ചോദ്യം ചോദിച്ചത്, PTA-കൾക്ക് കാലാനുസൃതമായ പരിശീലനം നൽകുന്നു. എല്ലാ വർഷവും നൽകാറുണ്ട്. എല്ലാ വർഷവും PTA-ക്ക് പരിശീലനം നൽകാറുണ്ട്. ഈ വർഷവും കാലാനുസൃതമായ പരിശീലനം എന്ന് വിജയൻ ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ ഈ കൊറോണ പ്രതിരോധ പശ്ചാത്തലത്തിൽ എന്നതായിരിക്കും. തീർച്ചയായിട്ടും വളരെ കൃത്യമായ ചോദ്യമാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് മുഴുവൻ അതാണ്. ഇതൊരു അനുഭവമാണ്. സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾ അറിവുകളാക്കി മാറ്റുവാൻ ഒരു അനുഭവം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വല്ലാതെ വേദനിക്കുന്നുവെങ്കിലും അതിൽ പോലും ചില പോസിറ്റീവ് ഘടകങ്ങൾ കാണണം. അത് വെച്ചിട്ടാണ് വിജയൻ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. PTA-ക്ക് ഇതനുസരിച്ച് പ്രതിരോധം എങ്ങനെയാണ് സ്കൂളിൽ അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ പരിശീലന പ്രക്രിയയിൽ ഉൾപ്പെടുത്തി ആധുനിക പരിശീലനം നൽകും. അധ്യാപകർക്ക് നൽകും, PTA-ക്ക് മാത്രമല്ല. അപ്പോൾ അധ്യാപകർക്ക് പരിശീലനം നൽകുവാനുള്ള ശ്രമം എല്ലാ വെക്കേഷനിലും അധ്യാപകർക്ക് പരിശീലനം നൽകാറുണ്ട്. ഇപ്പോൾ പറ്റിയില്ല, പക്ഷേ ഇത്രയും വേഗം പരിശീലനം നൽകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘടകം കൂടി ഉൾപ്പെടുത്തി അധ്യാപകർക്ക് പുതിയ പരിശീലനം നൽകണം. കഴിഞ്ഞ വർഷം പരിശീലനം നൽകി അതേ സ്റ്റീരിയോ ടൈപ്പ് പരിശീലനം ഈ വെക്കേഷനിൽ കൊടുത്തിട്ട് കാര്യമില്ല. ഈ അനുഭവം കൂടി വെച്ച് പുതിയ അധ്യാപകരാക്കി അവരെ മാറ്റണം. ആ രീതിയിലുള്ള പരിശീലനം കൊടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ജാബിർ ഒരു ചോദ്യം ചോദിച്ചത്, ഈ വർഷം കേന്ദ്രീകൃത വാല്യുവേഷൻ ഇനിയും ഉണ്ടാകുമോ? വാല്യുവേഷൻ നടന്നിട്ടില്ല. കേന്ദ്രീകൃത വാല്യുവേഷനുള്ള ഏർപ്പാടുകളാണ് അപ്പോൾ ചെയ്തു വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ നിലയ്ക്ക് നേരത്തെ പരീക്ഷ നടത്താൻ പറ്റിയാൽ കേന്ദ്രീകൃത വാല്യുവേഷൻ തന്നെയാണ് ഉണ്ടാവുക. കേന്ദ്രീകൃത വാല്യുവേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അധ്യാപകരുടെ എണ്ണം വർദ്ധിപ്പിച്ചും കൂടുതൽ പേപ്പറുകൾ നോക്കുന്ന ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയും പലതരത്തിലും അതിൻ്റെ ഡേയ്സ് കുറച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കേന്ദ്രീകൃത വാല്യുവേഷൻ തന്നെയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പരിപാടി. പ്രജീന ചോദിച്ച ചോദ്യം, അടുത്ത വർഷത്തെ പുസ്തകങ്ങൾ എന്ന് മുതൽ ലഭിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്.
നിങ്ങൾക്ക് എല്ലാ പുസ്തകവും നെറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. SCERTയുടെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് പാഠപുസ്തകവും ഇപ്പോൾ ലഭ്യമാണ് പൂർണ്ണമായിട്ടും. ഒരു കാലഘട്ടത്തിൽ ഇതുണ്ടായിട്ടില്ല. ഏപ്രിൽ 14 വിഷുവിൻ്റെ അന്ന് ഈ നെറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. അന്ന് മുതൽ ഏത് പുസ്തകവും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിയും. ചിലർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തവരും പലതരത്തിലുണ്ടാകും. അവർക്ക് പാഠപുസ്തകം എത്രയും വേഗം എത്തിക്കും. 9ാം ക്ലാസ് 8ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളൊക്കെ ജില്ലാ ഹബ്ബിൽ എത്തിക്കഴിഞ്ഞു. ഇനി അത് സ്കൂൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കണമെന്നേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ പൂർണ്ണമായാൽ സ്കൂൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കും. സ്കൂൾ സൊസൈറ്റിയിൽ എത്തിയാൽ സ്കൂളിലേക്ക് എത്തി എളുപ്പമാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എത്തിക്കാവുന്ന രീതിയിലെല്ലാം തയ്യാറായിരിക്കുകയാണ്. 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും KVPSൽ ഇപ്പോൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും വേഗം. അപ്പോൾ ഏത് ദിവസമായാലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, എന്ന് തുടങ്ങുന്നു എന്ന് പൂർണ്ണമായിട്ട് വ്യക്തമല്ല എന്ന് പലതവണ ഞാൻ പറഞ്ഞു. എന്നായാലും സ്കൂൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവർക്കും പാഠപുസ്തകങ്ങൾ എത്തിയിരിക്കും. സുരേഷ് ബാബു ചോദിച്ചത്, സ്കൂൾ തുറക്കുമ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കുമോ? സാധാരണ നിലയ്ക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നടത്തിയ മറ്റു ക്ലാസ് പോലെ തന്നെയാണ് ഈ വർഷവും നടത്തുന്നത്. ഓരോ വർഷവും നമ്മുടെ പാഠ്യരീതി മാറി വരരുത്. ഒന്ന് നമ്മൾ ശ്രമിച്ച് അതിൻ്റെ കുറവുകൾ നികത്തി കൊണ്ടുവരണം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഓൺലൈൻ എന്നതിന് മറ്റൊരു ഭാഷയിൽ നമ്മൾ ഹൈടെക് ക്ലാസ് എന്ന് പറഞ്ഞു. അവിടെ പലതരത്തിലുള്ള പഠനവും നമ്മൾ ആസ്വദിച്ചു. അതുപോലെ തന്നെ ഈ വർഷവും പഠനം വേണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഓൺലൈൻ പഠനം എന്നുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ എന്നുള്ളത് സ്കൂളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ നിലയ്ക്ക് അങ്ങനെ സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ വീണ്ടും ഇരിക്കുക. സ്കൂളിൽ നമുക്ക് പോവാം. കഴിഞ്ഞ കൊല്ലം നമ്മൾ എങ്ങനെ സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിച്ചുവോ അതുപോലെ പഠിക്കാൻ പറ്റുമെന്ന് കരുതുക. അങ്ങനെ പ്രതീക്ഷിക്കുക, അങ്ങനെ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചു, ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ ചെയ്യാൻ വിദ്യാഭ്യാസ വകുപ്പ് സജ്ജവുമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അത് ചെയ്യുമെന്നല്ല, അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ. അതുകൊണ്ട് ആ ശുഭപ്രതീക്ഷയിൽ പുതിയ നല്ല ഒരു അക്കാദമിക് വർഷം കഴിഞ്ഞ കൊല്ലം ചെയ്തതിനേക്കാൾ മെച്ചപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഹരിദാസ് ചോദിച്ചത്, പാഠ്യപദ്ധതിയിൽ ഇനി കോവിഡ് സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തുമോ എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ പറഞ്ഞു 1 മുതൽ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന്. ഒന്ന് വായിച്ചു നോക്കൂ. അതിലിന്ന് കൊറോണയുടെ ചിത്രം നമ്മൾ പലപ്പോഴും കുട്ടികൾ വരച്ചിട്ടുണ്ട്. പലതരത്തിൽ കലാകാരൻ പലം വരച്ചിട്ടുണ്ട്. ആ ചിത്രം 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ കാണാം. ഇത് COVID-19 എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ടാവില്ല. കാരണം അത് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ തന്മാത്ര അല്ലെങ്കിൽ ഒരു വൈറസാണ്. പക്ഷേ ഈ പാഠങ്ങളെല്ലാം വൈറസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, വൈറസ് എങ്ങനെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, അന്തരീക്ഷത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കും, മണ്ണിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു, ഇതെല്ലാം 7 വരെയുള്ള പാഠപുസ്തകത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പാഠ്യപദ്ധതിയിലുള്ളതാണ്. പക്ഷേ പണ്ട് ഈ പാഠ്യപദ്ധതി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പാഠപുസ്തകം ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകാറേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ തയ്യാറാകുന്നതോടൊപ്പം നിങ്ങൾ ജീവിതാനുഭവം കൂടി ചേർത്ത് ഒരു പുതിയ അറിവാക്കിയതിനെ മാറ്റണം. അത് നിങ്ങളുടെ സംസ്കാരമാക്കി മാറ്റണം. അപ്പോൾ പാഠ്യപദ്ധതിയിൽ പുതിയതായി ഉൾക്കൊള്ളിക്കേണ്ടതില്ല. പാഠ്യപദ്ധതിയിൽ ഇതെല്ലാം ഉണ്ട്. അത് അറിവാക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മതി. ഷൺമുഖൻ ചോദിച്ചത്, വിദ്യാർത്ഥികൾക്ക് മാസ്ക് സ്കൂളിൽ നിന്ന് നൽകുമോ? വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മാസ്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ കുട്ടികൾക്കും മാസ്ക് കൊടുക്കുവാൻ തയ്യാറായി SSKയുടെ നേതൃത്വത്തിൽ മാസ്കുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് മാസ്കുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ആ സ്കൂളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, സാനിറ്റൈസറോ സോപ്പോ എന്തു വേണം, അതെല്ലാം സ്കൂളിൽ വീട് പോലെ ഒരുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സ്കൂളിലുണ്ടാവും.
ഏറ്റവും സേഫായിട്ടുള്ള ഒരു 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 മറ്റേ സ്ഥാപനമായിട്ട് വിദ്യാഭ്യാസ മറ്റ് സ്ഥാപനങ്ങൾ മാറും. ഒരു 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 വീടിൻ്റെ അന്തരീക്ഷം തന്നെ സ്കൂളിലുണ്ടാവും. സ്നേഹത്തിൻ്റെ അന്തരീക്ഷവും സൗകര്യത്തിൻ്റെ അന്തരീക്ഷവും പഠനാന്തരീക്ഷവും എല്ലാം സ്കൂളിലുണ്ടാവും. അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആശയത്തിൽ തന്നെ ഊന്നി പറയുന്നത് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള പുതിയൊരു തിരിച്ചറിവാണ്. ആ മാറ്റങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ടാകും.